ടോംസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലബ് മഹീന്ദ്ര അരൂക്കുറ്റിയിലുള്ള ആ ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയെ പറ്റിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ക്ലബ് മഹീന്ദ്രയിലൊരു സ്റ്റേക്ക് പോകുന്നത്. 2 ദിവസത്തെ സ്റ്റേ ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ക്ലബ് മഹീന്ദ്രയിൽ മെമ്പറാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ 2 ദിവസത്തെ സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് പോയത്. ക്ലബ് മഹീന്ദ്രയുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ, അരൂക്കുറ്റിയിലുള്ള ക്ലബ് മഹീന്ദ്രയിൽ ചെല്ലുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലൊരു ബാങ്കറ്റ് ഹാളും ലെഫ്റ്റ് സൈഡിൽ ആണ് അവരുടെ ലോബി, റിസപ്ഷനായിട്ടുള്ള സ്ഥലം. വളരെ മനോഹരമായൊരു ലോബിയാണ്. കേരളത്തിൻ്റെ എല്ലാ ആ ഭംഗിയും അതിനകത്ത് വള്ളത്തിൻ്റെ ഡിസൈനും എല്ലാം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ലോബിയാണ്. അത് കൂടാതെ നല്ല ക്വാളിറ്റിയുള്ള തേൻ പാക്ക് ചെയ്ത്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തേൻ പാക്ക് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അവർ ലോബിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പർച്ചേസ് ചെയ്യാനുള്ള അവസരവും ക്ലബ് മഹീന്ദ്ര അരൂക്കുറ്റിയിലുണ്ട്. അതുകൂടാതെ ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടി അവിടെയുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെല്ലാം അറേഞ്ച് ചെയ്ത് തരും. അടിപൊളി റെസ്റ്റോറൻറ്റാണ്. നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ സമാധാനപരമായൊരു അന്തരീക്ഷമുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അതുകൂടാതെ ഈ ക്ലബ് മഹീന്ദ്ര അരൂക്കുറ്റിയിലുള്ളത് ശരിക്കും സ്റ്റുഡിയോ റൂമുകളും ഹോട്ടൽ റൂമുകളും നോർമൽ റൂമുകളാണുള്ളത്. നമുക്ക് വളരെ സമാധാനപരമായിട്ട് നമുക്ക് നടക്കാനും അതിലേക്ക് കറങ്ങിയെടുക്കാനായിട്ടുള്ള ഇഷ്ടം പോലെ സ്പേസ് ഈ അരൂക്കുറ്റിയിലുള്ള പ്രോപ്പർട്ടിയിലുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള ചെറിയൊരു ഷോപ്പും ഉണ്ട്. ക്ലബ് മഹീന്ദ്ര അരൂക്കുറ്റിയുടെ പ്രത്യേകത, ഇത് ഒരു കായലിൻ്റെ സൈഡിലാണ്. അരൂര് കായലാണെന്ന് എല്ലാവർക്കും അറിയാം. ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ കായൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ കായലിൻ്റെ ഒരു ഭംഗി കൂടിയും ഈ അരൂക്കുറ്റിയിലുള്ള ക്ലബ് മഹീന്ദ്രയിലുണ്ട്. നല്ല ലോണിൽ തന്നെ ഒത്തിരി തെങ്ങൊക്കെ ആയിട്ട് ശരിക്കും ഒരു ഗ്രാമീണ അന്തരീക്ഷം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. സ്പോർട്സ് ആയാലും അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് പോലെയുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ ഗെയിംസിനൊക്കെ പറ്റിയ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് ഈ അരൂക്കുറ്റിയിലുള്ള ക്ലബ് മഹീന്ദ്ര. 4 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ക്ലബ് മഹീന്ദ്ര അരൂക്കുറ്റി. വിശാലമായ ലോണാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വലിയ ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും നടത്തുകയൊക്കെ ചെയ്യാം. അത് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു നമ്മുടെ നാട്ടിൻപുറത്തുള്ളൊരു ചായക്കട പോലെയുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ഇത് ഓലമേഞ്ഞ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ചെറുതൊരെണ്ണമുണ്ട് അവിടെ. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു ഹൃദ്യമായ അനുഭവമാണ് അതിൻ്റെ അകത്തുണ്ടായത്. ഈ ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് വളരെ ഹൃദ്യമായ പുഞ്ചിരിയോടെ അവിടുത്തെ ഒരു സർവീസ് സ്റ്റാഫാണ്. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ശരിക്കും വേറെ കൂടുതൽ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ ഈവനിങ് നൈറ്റാണ് ശരിക്കും എന്തെങ്കിലുമൊക്കെ അവർ സാധനങ്ങളൊക്കെ നമുക്ക് തരുമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന പാനിപ്പൂരി മാത്രമാണ്. അപ്പോൾ പാനിപ്പൂരി ഞങ്ങളും ഓർഡർ ചെയ്തു, ഒരു സെറ്റ് പാനിപ്പൂരി. ഞാൻ ഈ പാനിപ്പൂരി അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, എങ്കിൽ കൂടി ഞങ്ങളൊരു സെറ്റ് ഓർഡർ ചെയ്തു. പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. നമ്മളുടെ അടുത്തുള്ള അവരുടെ ആ പെരുമാറ്റമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക. അവർ നമ്മളെ ശരിക്കും ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെ നമ്മളുടെ കൂടെ നമ്മളോട് സംസാരിച്ച് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയും അതിനോടൊപ്പം തന്നെ അത് ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ നൈറ്റാണ് ശരിക്കും ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് നൈറ്റ് ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നൈറ്റ് ആംബിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ഞങ്ങൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർ വളരെ സ്നേഹത്തോടെ തന്നെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഞങ്ങളെ കാണിച്ചു. അത് മാത്രമല്ല, നല്ലൊരു ഗെയിം സോൺ തന്നെ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തത് ടേബിൾ ടെന്നീസും മറ്റൊരു ഗെയിമുമാണ്. ടേബിൾ ടെന്നീസൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഐറ്റം അല്ല, എന്നാലും ഞങ്ങൾ ഗെയിം സോണിൽ ശരിക്കും എൻജോയ് ചെയ്തു. മറ്റൊരു ഗെയിം കൂടി ഉണ്ടായിരുന്നു. ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നല്ല ശരിക്കും കുട്ടികളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇവരുടെ ഗെയിം സോണൊക്കെ.
അവിടെ ക്യാരംസ് ഉണ്ട്, ചെസ് ഉണ്ട്, അങ്ങനെ പല പല ചെറിയ ചെറിയ ഗെയിംസ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ, അത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ലേഡീസിനായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതുകൂടാതെ നമുക്ക് ഈ ഗെയിം സോണിൻ്റെ അകത്തിരുന്ന് നമുക്ക് ഫുള്ള് ആ പ്രോപ്പർട്ടി കാണാനുള്ളൊരു ഇതുകൂടി ഉണ്ട് അവിടെ. കാരണം ഫുള്ള് ഗ്ലാസ് ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലിരുന്ന് അവിടെയുള്ള ഫുൾ ലോൺ കാണാം, കായൽ കാണാം, നമുക്ക് സ്വിമ്മിംഗ് പൂള്, വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ആ സ്വിമ്മിംഗ് പൂള് കാണാം. സ്വിമ്മിംഗ് പൂളിലൊക്കെ 7 മണി വരെയാണ് ശരിക്കും അവരുടെ സർവീസുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സമയം വൈകുന്നേരമായി. അപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് നേരത്തെ കണ്ട ഒരു ഷോപ്പ് ഈ ഒരു ലൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ കാണാൻ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ തോന്നും. ചെറിയ ചെറിയ കുട്ടികളുടെ സാധനങ്ങൾ, അങ്ങനെയുള്ള ചെറിയ സാധനമൊക്കെ നമുക്കവിടെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. നൈറ്റിൽ നമുക്ക് അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നും അതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചെന്ന ആ ദിവസം കുച്ചിപ്പുടി ആയിരുന്നു. കുച്ചിപ്പുടി നല്ല ഒരു കലാകാരിയാണ് ശരിക്കും അതവിടെ അവതരിപ്പിച്ചത്. കുച്ചിപ്പുടിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞങ്ങളും അവരോടൊപ്പം ഇരുന്ന് എല്ലാവരും കൈയടിച്ചപ്പോൾ ഞങ്ങളും കൈയടിച്ചു. ഞങ്ങൾ അത് കുറച്ച് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ റൂമിലേക്ക് പോന്നു. സ്റ്റുഡിയോ റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. സ്റ്റുഡിയോ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ആംബിയൻസ് ഉള്ള, നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ റൂമിൽ. നമുക്കിപ്പോൾ കുട്ടികളെ കൊണ്ടുപോയാലും ചെറിയ ബെഡുണ്ട്, വലിയ ബെഡുണ്ട്, TV ഉണ്ട്, ഫുൾ AC ആണ്. പിന്നെ എല്ലാം കൊണ്ടും നമ്മുടെ ബെഡിൻ്റെ ബാക്കിലൊക്കെ നല്ലൊരു സീനറിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലൻ റൂമാണ്. നമുക്ക് പുറത്തേക്ക്, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ വാഷ്റൂമിലേക്ക് പോകുന്ന സ്ഥലമൊക്കെ വളരെ ഭംഗിയായിട്ട് പ്ലാന്റൊക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പേസ് ഉള്ളത് ഈ സ്റ്റുഡിയോ റൂമിൻ്റെ മുകളിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്. അത് നമുക്ക് ലൈറ്റ് ഇട്ട് അവിടെ നൈറ്റ് എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാം. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അതിലൊരു ചായ കഴിക്കാനൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഈ പരിപാടി 2 ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചു. തിരിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ക്ലബ് മഹീന്ദ്ര അരൂക്കുറ്റിയിലുള്ള ഈ പ്രോപ്പർട്ടി എല്ലാവരും വിസിറ്റ് ചെയ്യണം. താങ്ക് യു.